ക്ലാസ്സിലെ ടീച്ചർ എടുത്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഡൗട്ട് എങ്ങാനുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അതിനു മുന്നേ ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സിമ്പിൾ ആണ്. അതായത് നിങ്ങൾ പഠിച്ചില്ലേ എന്താണ് അക്കൗണ്ടിങ്ങിൽ കുറെ ഇൻഫോർമേഷൻസുകൾ ഉണ്ടായിരിക്കും. അതായത് ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് കുറച്ച് ഇൻഫോർമേഷൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സുകളൊക്കെ കമ്പനി ഉണ്ടാക്കണോണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാക്കണോണ്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഉണ്ടാക്കുന്നത്? എന്തിനാണ്? അക്കൗണ്ടിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ബിസിനസിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയായിരിക്കാം ഒരു അക്കൗണ്ടിങ് ഡാറ്റാസുകൾ അറിയേണ്ട ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ആരൊക്കെയായിരിക്കാം? ഡെപ്റ്റേഴ്സ് ആയിരിക്കാം, ബാങ്ക് ആയിരിക്കാം, പിന്നെ എന്താണ് ക്രെഡിറ്റേഴ്സ് ആയിരിക്കാം, സപ്ലയേഴ്സ് ആയിരിക്കാം, പിന്നെ സെല്ലേഴ്സ് ആയിരിക്കാം. ഓക്കെ, സെല്ലേഴ്സ് ആയിരിക്കാം, പിന്നെ ആരൊക്കെയായിരിക്കും? കസ്റ്റമേഴ്സ് ആയിരിക്കാം, പിന്നെ എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കാം, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം. ഓക്കെ, അത്തരത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസുകൾ ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇത്തരം യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ ആയിരിക്കും അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ എന്താണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യുകയും പിന്നീട് എന്ത് ചെയ്യുന്നു, അതിന്റെ യൂസേഴ്സിന് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ ആയിരിക്കും അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇതിന് നമ്മൾ എന്തും കൂടി പറയുന്നു? AIS. ഓക്കെ, അക്കൗണ്ടിംഗ് എന്നുള്ളതാണ് A, ഇൻഫോർമേഷൻ I, സിസ്റ്റം S. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങളുടെ ക്ലാസ്സിനെ ഒരു 4 ഗ്രൂപ്പാക്കി തിരിക്കാൻ പോവാണ്. റെഡിയാണോ? അപ്പോൾ ആ 4 ഗ്രൂപ്പുകാർക്കും ടീച്ചർ ഓരോ ടാസ്ക് കാർഡ് തരും. ആ ടാസ്ക് കാർഡിൽ കുറച്ച് ഹിന്റ്സ് ഉണ്ടായിരിക്കും. ആ ഹിന്റുകളെ ബേസ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് നിങ്ങൾക്ക് കിട്ടിയേക്കണേ എന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. റെഡിയാണോ? ടീച്ചർ 5 മിനിറ്റ് സമയം തരാം. നിങ്ങൾ വേഗം ഗ്രൂപ്പായി ഇരുന്നിട്ട് ആ ടാസ്ക് കാർഡിലെ ഹിന്റ്സുകളെ ബേസ് ചെയ്തിട്ട് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് അതിന്റെ സബ് സിസ്റ്റം ഏതാണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. എല്ലാവർക്കും കിട്ടിയോ? ആൻസർ കിട്ടിയോ? അപ്പോ ആ ആൻസർ എന്താണെന്ന് നമുക്ക് PPT വഴി ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റത്തെ ഗ്രൂപ്പിന് കൊടുത്ത ക്വസ്റ്റ്യൻ ആണിത്. അതിൽ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ആ ഹിൻസുകളെ ബേസ് ചെയ്തിട്ട് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം ഏതാണ്, അതായത് സബ് സിസ്റ്റം ഏതാണ്, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സബ് സിസ്റ്റം ഏതാണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഹിൻസ് തന്നേക്കണത് സിസ്റ്റം റെക്കോർഡ് ദ സെയിൽസ്, ഇറ്റ് മെയിൻറ്റെയിൻ സെയിൽസ് ലെഡ്ജർ ആൻഡ് റിസീവബിൾ, ഇറ്റ് പ്രിപ്പയർ പീരിയോഡിക് റെക്കോർഡ് ഓൺ സെയിൽസ് ആൻഡ് കളക്ഷൻ മെയ്ഡ്. ഇതൊക്കെയാണ് ഹിൻസ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് റിസീവബിൾ സബ്സിസ്റ്റം ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. അതായത് ഏത് സിസ്റ്റമാണോ സെയിൽസുമായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അതേപോലെ സെയിൽസ് ലെഡ്ജേഴ്സും അതേപോലെ റിസീവബിൾസുകളും മെയിൻറ്റെയിൻ ചെയ്യുകയും പിന്നെ അതിനുശേഷം അത്
റെക്കോർഡ് ചെയ്തിട്ടും മെയിൻറ്റെയിൻ ചെയ്ത ശേഷം എന്ത് റെക്കോർഡാണ് പീരിയോഡിക് റെക്കോർഡാണ് പ്രിപ്പയർ ചെയ്യണത്? സെയിൽസിനെ ബേസ് ചെയ്തിട്ടും കളക്ഷൻ മെയ്ഡിനെ ബേസ് ചെയ്തിട്ടുള്ള പീരിയോഡിക് റിപ്പോർട്ട്സുകൾ പ്രിപ്പയറിങ് ചെയ്യുന്ന അത്തരം സബ്സിസ്റ്റത്തിനെ ആയിരിക്കും എന്തെന്ന് പറയണത്? സെയിൽസ് ആൻഡ് റിസീവബിൾ സബ്സിസ്റ്റം എന്ന് പറയണത്. ഓക്കെ, അടുത്ത ഗ്രൂപ്പിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. സിസ്റ്റം റിഫേഴ്സ് ടു receipt and payment of cash both physical and form and electronic form. ഇത് ഏതാണ്? ക്യാഷ് സബ്സിസ്റ്റം. വെരി ഗുഡ്. അതായത് ഏത് സിസ്റ്റമാണോ, ഏത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സബ്സിസ്റ്റമാണോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഏത് രീതിയിലുള്ളത്? ഫിസിക്കലായിട്ടും ഇലക്ട്രോണിക് ആയിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് റെക്കോർഡ് ചെയ്യണത്, അത്തരം സബ്സിസ്റ്റത്തിന് എന്തെന്ന് പറയുന്നു? ക്യാഷ് സബ്സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ള ഹിൻസ് ഏതൊക്കെയാണ് നോക്കി നോക്കാം. സിസ്റ്റം റെക്കോർഡ് പർച്ചേസ് അഡീഷൻ യൂസേജ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. രണ്ടാമത്തെ ഹിൻഡ് ഏതാണ്? ഇറ്റ് ജനറേറ്റ് റിപ്പോർട്ട് അബൌട്ട് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ, ബുക്ക് വാല്യൂ എക്സെട്ര ഓഫ് വാരിയസ് ഫിക്സ്ഡ് അസറ്റ്സ്. ഇതെന്താണ്? ഈ സിസ്റ്റം എന്താണ്? ഒരു ഫിക്സ്ഡ് അസറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. അങ്ങനെയെങ്കിൽ ഏത് സബ്സിസ്റ്റമാണ്? ആൻസർ നോക്കി നോക്കാം. ഫിക്സ്ഡ് അസറ്റ്സ് അക്കൗണ്ട് സബ്സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പിൻ്റെ നോക്കി നോക്കാം. ഹിൻസ് ഏതൊക്കെ നോക്കി നോക്കാം. ഇറ്റ് റെക്കോർഡ് പർച്ചേസ് ആൻഡ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. It prepare periodic report on performance of supplier and payment position of creditors. ഇതേതാണ്? പർച്ചേസും ക്രെഡിറ്ററും ആയിട്ടാണെങ്കിൽ അപ്പോൾ ഇതായിരിക്കും പർച്ചേസ് ആൻഡ് അക്കൗണ്ട് പേയബിൾ സബ്സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ സബ്സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തെ സബ്സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സബ്സിസ്റ്റം. പിന്നെ ഏതൊക്കെയാണ്? ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം. പിന്നെ ഏതാണ്? സെയിൽസ് ആൻഡ് അക്കൗണ്ട് റിസീവബിൾ സബ്സിസ്റ്റം. പിന്നെ ഏതാണ്? ഇൻവെൻറ്ററി സബ്സിസ്റ്റം. പിന്നെ ഏതാണ്? പർച്ചേസ് ആൻഡ് അക്കൗണ്ട് പേയബിൾ സബ്സിസ്റ്റം. പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. എക്സ്പെൻസ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ഫൈനൽ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം. കോസ്റ്റ് സബ്സിസ്റ്റം. ബഡ്ജറ്റ് സബ്സിസ്റ്റം. ഓക്കെ, അങ്ങനെ ഇത്രയും അക്കൗണ്ടിംഗ് സബ്സിസ്റ്റങ്ങളായിരിക്കും, അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സബ്സിസ്റ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോന്നേയും വിശദമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? സെയിൽസ് ആൻഡ് അക്കൗണ്ട് റിസീവബിൾ സബ്സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ഡിസ്കഷനിൽ പറഞ്ഞതാണ് സെയിൽസ് ആൻഡ് അക്കൗണ്ട് റിസീവബിൾ സബ്സിസ്റ്റം എന്താണെന്ന്. ഒന്നുകൂടി നോക്കാം. ഇതെന്താണ് റെക്കോർഡ് ചെയ്യണത്? റെക്കോർഡ് ചെയ്യണത് ഏതാണെന്ന് നോക്കി വെക്കണം. സെയിൽസും അതേപോലെ സെയിൽസ് ലെഡ്ജറും റിസീവബിളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഏത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സബ്സിസ്റ്റം നോക്കുകയാണെങ്കിലും അതിന് എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫോർമേഷൻ. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്താണ് റെക്കോർഡ് ചെയ്യണത്. ഇൻഫോർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് റെക്കോർഡ് ചെയ്ത ശേഷം എന്ത് റിപ്പോർട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്താണ് റെക്കോർഡ് ചെയ്യണത്? സെയിൽസിനെ പറ്റിയിട്ടും അതേപോലെ എന്താ പറയണത്? സെയിൽസ് ലെഡ്ജറും റിസീവബിളും ആണ് മെയിൻറ്റെയിൻ ചെയ്യണത്. പിന്നെന്താണ്? പ്രിപ്പയർ പീരിയോഡിക് റിപ്പോർട്ട് ഓൺ സെയിൽസ് ആൻഡ് കളക്ഷൻ മെയ്ഡ്. ഇതെന്തിനെ പറ്റിയിട്ടാണ് റിപ്പോർട്ട് ഉണ്ടാക്കണത്? സെയിൽസിനെ പറ്റിയിട്ടും കളക്ഷൻ എത്രത്തോളം മെയ്ഡ് ചെയ്തു, അക്കൗണ്ട് റിസീവബിളിൻ്റെ എത്രത്തോളം കളക്ഷൻ നടത്തി എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടായിരിക്കും ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സബ്സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യണ റിപ്പോർട്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നോക്കി നോക്കാം. ക്യാഷ് സബ്സിസ്റ്റം. ക്യാഷ് സബ്സിസ്റ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? ക്യാഷ് പേയ്മെൻറ്റും റെസീപ്റ്റ്സും പേയ്മെൻറ്റുകളും. അപ്പോൾ അത് ഫിസിക്കലായിട്ട് മാത്രമാണോ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക? അല്ല, ഇലക്ട്രോണിക്കായിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഫോമിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാറുണ്ട്. അങ്ങനെ ഫിസിക്കലായിട്ടും ഇലക്ട്രോണിക്കായിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആയിരിക്കും ഈ ക്യാഷ് സബ്സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നോക്കി നോക്കാം. ഇൻവെൻറ്ററി അക്കൗണ്ടിങ് സബ്സിസ്റ്റം.
ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എത്രത്തോളമാണ് നമ്മൾ ഗുഡ്സ് മേടിക്കുന്നത്, റോ മെറ്റീരിയൽ എത്രയാണ് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടല്ലേ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സ്റ്റോക്ക് എത്രയാണ്, അതാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ റെക്കോർഡ് ചെയ്യേണ്ടാവുക? ഇൻവെൻട്രി ആകുമ്പോൾ അത് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, എത്രത്തോളം പ്രൈസാണ്, ഏത് ഡേറ്റിലാണ് ആ പർച്ചേസ് ചെയ്തേക്കണത് എന്നൊക്കെ പറ്റിയിട്ട് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇൻവെൻട്രിയിൽ അങ്ങനെ ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സബ്സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇൻവെൻട്രീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും അതിനെ ഒരു വാല്യുവേഷൻ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ഇൻവെൻറ്ററീനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻവെൻട്രി ആൻഡ് വാല്യുവേഷൻ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യണത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സബ്സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതാണ് ഇൻവെൻറ്ററി അക്കൗണ്ടിങ് സബ്സിസ്റ്റം എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ് സബ്സിസ്റ്റം എന്താണെന്ന് നോക്കി നോക്കാം. ഫിക്സഡ് അസറ്റ് സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഫിക്സഡ് അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്സിസ്റ്റം ആയിരിക്കും. ഫിക്സഡ് അസറ്റിനുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുക? ഒരു ഓർഗനൈസേഷനിൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, പർച്ചേസ് ചെയ്താൽ മാത്രമല്ലോ വീണ്ടും പർച്ചേസ് ചെയ്തോടെ ഒരൊറ്റ ഫിക്സഡ് അസറ്റ് മാത്രമല്ലോ അഡീഷൻ ഉണ്ടായിരിക്കാം. പിന്നെന്തായിരിക്കും? അതിൻ്റെ യൂസേജ് ഉണ്ടായിരിക്കാം. അത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തോടെ. ഓക്കെ, പിന്നെന്താണ്? അങ്ങനെ ഫിക്സഡ് അസറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു എന്ന് വിചാരിക്കാം. പിന്നെ ഇതെന്തൊക്കെ കാര്യങ്ങളായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? അതിൻ്റെ കോസ്റ്റ്. പിന്നെന്തായിരിക്കും? യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ, ബുക്ക് വാല്യൂ, അതൊക്കെ അത് റിപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരിക്കും ഫിക്സഡ് അസറ്റ് സബ്സിസ്റ്റം റിപ്പോർട്ട് ചെയ്യണ കാര്യങ്ങൾ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നോക്കി നോക്കാം. പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റം. പേറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ വേജസ് ആയിരിക്കാം. ആ വേജസുകളൊക്കെ റെക്കോർഡ് ചെയ്യണ സബ്സിസ്റ്റം ആയിരിക്കും, അക്കൗണ്ടിങ് സബ്സിസ്റ്റം ആയിരിക്കും പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റം എന്ന് പറയണത്. അതിന് എന്ത് റിപ്പോർട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? ഈ വേജസ് ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ സാലറി ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടായിരിക്കും. അതിലെന്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെയൊക്കെ സാലറിയുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബേസിക് പേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പിന്നെന്തായിരിക്കും? ഡി എ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡിയർനെസ് അലവൻസ് ആയിരിക്കും. പിന്നെ ഡിയർനെസ് അലവൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്തായിരിക്കും? അതർ അലവൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്തായിരിക്കും? ടാക്സ്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണത് ഈ പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ റെക്കോർഡ് ചെയ്യുക? സാലറി ആൻഡ് വേജസ് പേയ്മെൻറ്റ് ടു എംപ്ലോയീസിൻ്റെ സാലറി ആൻഡ് വേജസ് പേയ്മെൻ്റ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. റിപ്പോർട്ട് ചെയ്യുക എന്തായിരിക്കും? വേജസ് റിപ്പോർട്ട് എബൌട്ട് ദ ബേസിക് പേ, ഡി എ, അതർ അലവൻസ് ആൻഡ് ടാക്സ്. ഇനി അടുത്തത് നോക്കാം. ഏതാണ്? എക്സ്പെൻസ് സബ്സിസ്റ്റം. എക്സ്പെൻസ് സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഓർഗനൈസേഷനിൽ കുറേ എക്സ്പെൻസ് ഉണ്ടായിരിക്കില്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടായില്ലേ കുറേ എക്സ്പെൻസേഴ്സുകൾ? ഇൻകം സൈഡും എക്സ്പെൻഡിച്ചർ സൈഡും ഉണ്ടായിരിക്കും. അതിൽ കുറേ എക്സ്പെൻസുകൾ എഴുതിയിട്ടുണ്ടായില്ലേ? ഓക്കെ, അതേതൊക്കെയായിരിക്കും? അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ട്, മാനുഫാക്ചറിങ്ങിനെ ബേസ് ചെയ്തിട്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട്, അത്തരം എക്സ്പെൻസുകളൊക്കെ റെക്കോർഡ് ചെയ്യണ സബ്സിസ്റ്റം ആയിരിക്കും എന്ത്? എക്സ്പെൻസ് സബ്സിസ്റ്റം എന്ന് പറയണത്. ഓക്കെ, അടുത്തത് നോക്കാം. കോസ്റ്റിംഗ് സബ്സിസ്റ്റം. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ അറിയോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസർ ആയിരിക്കും. ഇത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസറിനെ അസർട്ടൈൻ ചെയ്യുകയാണ് ചെയ്യണത്. യൂസിങ് ലിങ്ക് വിത്ത് അതർ അക്കൗണ്ടിങ് പാക്കേജ് ഇറ്റ് കളക്ട് നെസസറി ഡീറ്റെയിൽ ഓൺ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. അതായത് ഇതെന്ത് ചെയ്യുകയോ ബാക്കിയുള്ള അക്കൗണ്ടിങ് പാക്കേജുകളൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു ഈ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. ഏതൊക്കെ ഡാറ്റാസുകളാണ് കളക്ട് ചെയ്യണത്? മെറ്റീരിയൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട്, ലേബർ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട്, ആൻഡ് അതർ എക്സ്പെൻസസിനൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സബ്സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കോസ്റ്റിംഗ് സബ്സിസ്റ്റം എന്ന് മനസ്സിലായോ? ഇതെന്ത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ,
അടുത്ത എന്താണ് ഫൈനൽ അക്കൗണ്ട് സബ് സിസ്റ്റം. നിങ്ങളിപ്പോൾ +1 പഠിച്ചതല്ലേ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് പോലെയുള്ള കുറേ ഫൈനൽ അക്കൗണ്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ കളക്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യണ ഒരു സബ് സിസ്റ്റം ആയിരിക്കും ഫൈനൽ അക്കൗണ്ട് സബ് സിസ്റ്റം. ഓക്കെ, അടുത്തൊരു സബ് സിസ്റ്റമാണ് ബഡ്ജറ്റ് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സബ് സിസ്റ്റം എന്തായിരിക്കും? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല ചെയ്യണത്, ആക്ച്വൽ പെർഫോമൻസിനെ കറണ്ട് ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കി നോക്കാം. ഇൻപുട്ട് ഓഫ് ഡാറ്റ ഇറ്റ് പ്രിപ്പയർ എ ബഡ്ജറ്റ് ഫോർ കമ്മിങ് ഫിനാൻഷ്യൽ ഇയർ. എന്തായിരിക്കും? ഒരു കമ്മിങ് ഫിനാൻഷ്യൽ ഇയേഴ്സിനുള്ള ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഓഫ് ഡാറ്റയാണ് ഇത്. ഇൻപുട്ട് ആ ഡാറ്റാസുകളായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ കമ്പയർ ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് കറണ്ട് ബഡ്ജറ്റ്. കറണ്ട് ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കറണ്ട് ബഡ്ജറ്റിനെ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തെന്താ മനസ്സിലാക്കാൻ പറ്റും? എത്രത്തോളം നമുക്ക് ഡീവിയേഷൻ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു വർഷത്തിൻ്റെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട് ആക്ച്വലായിട്ട് നമുക്ക് എത്രത്തോളം പെർഫോം ചെയ്തു എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുക. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ഡീവിയേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അങ്ങനെ ഡീവിയേഷനൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെമഡിയൽ മെഷേഴ്സുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായിരിക്കും ബഡ്ജറ്റ് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം. ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം എന്തായിരിക്കും? ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും. ഇൻ ലാർജ് ഓർഗനൈസേഷൻ facts and figures are required comply with excise, customs and income tax and value added tax. അതായത് ലാർജ് ഓർഗനൈസേഷൻ എന്തായിരിക്കും? കുറേ ടാക്സുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ടാക്സുകളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക? ഈ ഒരു ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റത്തിനെ ഉപയോഗിച്ചിട്ടായിരിക്കും. ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം പ്രൊവൈഡ് നീഡഡ് ഡാറ്റ. ഈ ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം നീഡഡ് ഡാറ്റാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ടാക്സ് അതോറിറ്റിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റാസുകളും ഈ ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മാനേജ്മെൻറ്റിന്, ഒരു ഓർഗനൈസേഷന് കുറേ ഡിസിഷൻസ് എടുക്കാറില്ലേ? ആ ഡിസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ആയിരിക്കും മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം broadly refers to a computer-based system that provide managers the tools to organize and evaluate and effectively manage the department within the organization. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുണ്ടാവണ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സുകളൊക്കെ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു സബ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ആയിരിക്കും മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഒന്നുമില്ല, മാനേജറിനെ ഹെൽപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? മാനേജർ എന്താ ചെയ്യണത്? ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുക, ഡീൽ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണതാണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണ ആളാണ് മാനേജർ. ആ മാനേജറിനെ ഹെൽപ്പ് ചെയ്യണ ഇൻഫോർമേഷൻ സിസ്റ്റം ആയിരിക്കും മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ കുറേ സബ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, സെയിൽസ് ആൻഡ് റിസീവബിൾ സബ് സിസ്റ്റം, ക്യാഷ് സബ് സിസ്റ്റം, പർച്ചേസ് ആൻഡ് അക്കൗണ്ട് പേയബിൾ സബ് സിസ്റ്റം, ഇൻവെൻറ്ററി അക്കൗണ്ടിംഗ് സബ് സിസ്റ്റം, ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിംഗ് സബ് സിസ്റ്റം, പേറോൾ അക്കൗണ്ടിംഗ് സബ് സിസ്റ്റം, എക്സ്പെൻസ് അക്കൗണ്ടിംഗ് സബ് സിസ്റ്റം, കോസ്റ്റിംഗ് subsystem and final account subsystem, budget subsystem and tax accounting subsystem. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ സിസ്റ്റംസുകളെ പറ്റി പഠിച്ചോ? അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ സിസ്റ്റങ്ങൾ എന്താണെന്ന് പഠിച്ചോ? മനസ്സിലായോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് ടീച്ചർ ഒരു കുഞ്ഞ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം.
ടീച്ചർ അതിനായിട്ട് ഒരു PPT ഷെയർ ചെയ്യാം. ആ PPTയില് ഡിഫറെന്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സബ്സിസ്റ്റത്തിന്റെ പേരുകളാണ് തന്നേക്കണത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മീനിങ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റെഡി ആണോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് PPT നോക്കൂ. PPTയില് ടീച്ചർ കാണിച്ചു തന്നിട്ടുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ മീനിങ് ഓരോരുത്തരായിട്ട് പറയണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. ഇതൊരു ഗ്രാഫിക് ഓർഗനൈസറാണ്. ഇതിന് ഞാൻ 3 അക്കൗണ്ടിങ് സബ്സിസ്റ്റത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം ആൻഡ് MIS. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ ഒരു സബ്സിസ്റ്റത്തെ പറ്റിയിട്ടല്ലേ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് ഓരോരുത്തരായിട്ട് അതിൻ്റെ മീനിങ് പറയണം. റെഡിയാണോ? ഓക്കെ ഓക്കെ എല്ലാവരും റെഡിയായോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ നോക്കി നോക്കാം. പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റം എന്താണ്? സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുകയും പിന്നെന്താണ് വേസ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് സബ്സിസ്റ്റം ആയിരിക്കും പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റം. വെരി ഗുഡ്. അടുത്ത ഏതാണ്? ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം. ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം എന്താണ്? ഇറ്റ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഡാറ്റ. എന്തിനു വേണ്ടിയിട്ടാണ് സഫിഷ്യൻറ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യണത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് ഡാറ്റാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് സബ്സിസ്റ്റമാണ് ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം. വെരി ഗുഡ്. അടുത്തത് എന്താണ്? മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. എന്താണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജറിനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സബ്സിസ്റ്റം ആയിരിക്കും മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ആൻസർ ഒന്നും കൂടി നോക്കാം. ഓക്കെ, ഏതാണ്? പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റം റെക്കോർഡ് സാലറി ആൻഡ് വേജസ് പേയ്മെൻറ്റ് ഓഫ് എംപ്ലോയി റിപ്പോർട്ട് ആൻഡ് വേജ് റിപ്പോർട്ട്. ഓക്കെ, ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം എന്തായിരിക്കും? It provides sufficient data to prepare profit and loss account, balance sheet and cash flow statement, etc. Management information system എന്തായിരിക്കും? Management refers to computer-based subsystem. Provide the manager tools to organize, evaluate and efficiently manage the department within the organization. ഒരു മാനേജറിനെ എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സബ്സിസ്റ്റം ആയിരിക്കും മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സബ്സിസ്റ്റം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് തന്നെ ഗ്രാഫിക് ഓർഗനൈസറിലെ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വെരി ഗുഡ്. ഓക്കെ, എല്ലാവർക്കും ആക്ടിവിറ്റി ഒക്കെ മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ നാളേക്ക് ഒരു കുഞ്ഞ് ആക്ടിവിറ്റി തരുവാണ്. ടീച്ചർ ഇപ്പോൾ ആക്ടിവിറ്റി ആയിട്ട് തന്നില്ലേ? ഗ്രാഫിക് ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നില്ലേ? അതുപോലെ നിങ്ങൾ ഒരു ഗ്രാഫിക് ഓർഗനൈസർ ചാർട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരണം. റെഡി ആണോ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതോടു കൂടിയിട്ട് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നുള്ള ഒരു ചാപ്റ്റർ കഴിയാണ്. താങ്ക് യു.